ദേവയാനിക്ക് മനസ്സിലാവുന്നുണ്ട് അനാമിക താൻ കരുതിയ പോലെ ഒരാളല്ലെന്ന്. അങ്ങനെ മനസ്സിലായ ഉടൻ തന്നെ ദേവയാനി എന്ത് ചെയ്യുന്നുണ്ട്, അനാമികയെ അനന്തപുരിയിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നുണ്ട്. അനാമിക അനന്തപുരിയിൽ ഉള്ളിടത്തോളം കാലം അനന്തപുരിയിൽ സമാധാനം ഉണ്ടാവില്ല എന്ന് ദേവയാനി മനസ്സിലാക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജാനകിയും ജലജയും നാനയെക്കുറിച്ച് രാവിലെ തന്നെ പരദൂഷണം പറയുകയാണ്. ജാനകിയോട് ജലജ പറയാണ്, നീ ഈ നാന എന്ന് പറയുന്നവളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവളെ ഏട്ടത്തി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്ന മുതൽ അവളെ പ്രവൃത്തിയിലൊക്കെ വലിയ വ്യത്യാസമുണ്ട്. ആദ്യമൊക്കെ നമ്മൾ എന്ത് പറഞ്ഞാലും അത് കേട്ടോണ്ട് മിണ്ടാണ്ട് നിൽക്കുന്ന നായന ഇപ്പോൾ നമ്മളെ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മളെ എതിർത്ത് പറയാൻ മാത്രം വളർന്നിരിക്കുന്നു. അവളെ മൂർത്തീസ് ജ്വല്ലറിയിലെ ചീഫ് ഡിസൈനർ ആക്കിയ മുതൽ തന്നെ അവളെ ഗമയൊന്ന് കൂടിയതാണ്. ഇപ്പം ആ നാന എന്ന് പറയുന്ന വിചാരം എന്ന് പറയുന്നത് നമ്മളെക്കാളും മുകളിലാണ് അവളെ സ്ഥാനം എന്നാ. നേരം വെളുക്കുമ്പം ഓഫീസിലാണെന്ന് പറഞ്ഞങ്ങ് പോയിക്കോളും, എന്നിട്ട് സന്ധ്യ ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് കയറി വന്നോളും. ഭക്ഷണമൊക്കെ ഏട്ടത്തി അങ്ങ് പൊതിഞ്ഞു കൊടുക്കുകയും ചെയ്യും. അവൾക്ക് അടുക്കളയിൽ കയറുകയും വേണ്ട, ഈ വീട്ടിലൊരു കാര്യം അറിയുകയും വേണ്ട. 5 പൈസക്ക് ഗതിയില്ലാതെ കുടുംബത്തിലെയാ അലഞ്ഞു തിരിഞ്ഞ കൂട്ടങ്ങൾ. എന്നിട്ടാ അനന്തപുരിയിൽ വന്നിട്ട് നമ്മളെയൊക്കെ ഭരിക്കാൻ നിൽക്കും. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അത് ശരിയാണ്, ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ നാനയ്ക്കിപ്പം കുറച്ച് അഹങ്കാരം കൂടുതലാണ്. അടുക്കളയിൽ കയറൽ പോലുമില്ല. ഭക്ഷണം കഴിച്ചിട്ട് ഉടൻ തന്നെ അങ്ങ് പോവും. അവൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ പാത്രം പോലും മറ്റുള്ളവർ കഴുകണം. ഇതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ ഇനി പറ്റില്ല. ഇത് കേട്ട ഉടൻ തന്നെ അനാമിക പറയുന്നുണ്ട്, അമ്മയോടും അപ്പച്ചോടും ഞാനൊരു കാര്യം പറയാം. വെറുതെ കുറേ കാലങ്ങളായിട്ട് നമ്മൾ 3 പേരും കൂടി കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. എന്തെങ്കിലും കാര്യമായുള്ള നടപടി തന്നെ നമ്മൾ എടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, അതിന് നമ്മൾ എന്താ ചെയ്യാൻ മോളെ? ഇനി ആ നാന എന്ന് പറയുന്നവളെ വളരെ സമ്മതിക്കരുത്, അവളെ തകർക്കണം. ഇതൊക്കെ കേട്ടുകൊണ്ട് ദേവേനെ അവിടെ മറിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നാനി എന്ത് ചെയ്യുന്നുണ്ട്, ഓഫീസിലേക്ക് പോകാൻ എന്തിനെ അനാമിക ദേഷ്യത്തോടുകൂടി നാനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഓ ഒരു കെട്ടിലമ്മ, എങ്ങോട്ടാണ് ഇവിടുത്തെ ചീഫ് ഡിസൈനർ പോകുന്നത്? വീട്ടിൽ ഒരു പണിയും ചെയ്യണ്ട, ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നടന്നാൽ മാത്രം മതി. ഇത് കേട്ടുടൻ തന്നെ നാന പറയാണ്, അനാമികെ, ഞാൻ വന്നു കയറിയ നാൾ മുതൽ ഞാനാ ഇവിടുത്തെ അടുക്കളപ്പണി മൊത്തം ചെയ്തിരുന്നത്. പക്ഷേ പെട്ടെന്നൊരു ദിവസം എൻ്റെ അമ്മായിയമ്മ എന്നോട് പറഞ്ഞു, നീ അടുക്കളയിൽ കയറരുത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അടുക്കളയിൽ കയറാത്തത്. പിന്നെ മൂർത്തീസ് ജ്വല്ലറിയുടെ ചീഫ് ഡിസൈനറായി എന്നെ നിയമിച്ചത് എൻ്റെ അമ്മായിയമ്മ തന്നെയാണ്. നിനക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് പറ. അപ്പോൾ തന്നെ ജലജ പറയുന്നുണ്ട്, എടി നീ അടുക്കളയിൽ കയറണ്ടെന്ന് നിൻ്റെ അമ്മായിയമ്മ പറയാനുള്ള കാരണം എന്താണെന്ന് നിനക്കറിയില്ലേ? നീ ഉണ്ടാക്കിയ പാല് കുടിച്ചിട്ട് അവർ കുറേ അനുഭവിച്ചതാ, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. ഏട്ടത്തിക്ക് നിന്നെ പേടിയാ, പഴയതുപോലെ എന്തെങ്കിലും വിഷാദം കലർത്തി നീ അവർക്ക് കൊടുക്കുമെന്നില്ല പേടി. അവർക്ക് കുറച്ചു കാലം കൂടി ജീവിക്കണമെന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും നിന്നോട് അടുക്കളയിൽ കയറണ്ടെന്ന് പറഞ്ഞത്. ദേ അപ്പച്ചി, അനാവശ്യം പറയരുത്, ഞാനല്ല പാലിൽ വിഷം കലർത്തിയത്. പിന്നെയും എൻ്റെ കുറ്റക്കാരിയായി സംസാരിക്കരുത് ആ കാര്യത്തിൽ. പിന്നെ ആരാടി അത് ചെയ്തത്? അതാരാണ് ചെയ്തതെന്ന് അപ്പച്ചിക്ക് നന്നായിട്ട് അറിയാലോ, എന്നിട്ടല്ലേ എന്നെ ഇങ്ങനെ കുത്തി നോവിക്കുന്നത്? ആ ആളാരാണെന്ന് അപ്പച്ചി തന്നെ അങ്ങ് വിളിച്ചു പറഞ്ഞാൽ പോരെ? ഇത് കേട്ടതോടെ ജലജയൊന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ. അനാമികയുടെയും ജാനകിയുടെയും മുഖത്ത് ഒരു വല്ലാതൊരു ടെൻഷൻ. തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.